ഇസ്രായേൽ സംഘർഷം തുടങ്ങിയിട്ട് ഇന്ന് 6 ദിവസം പിന്നിട്ടു. 7ാം ദിവസത്തിലേക്ക് കടക്കുകയാണ്. ടെൽ അവീവിലും ജെറുസലേമിലും മിസൈലുകൾ എത്തി. വരും ദിവസങ്ങളിൽ ഇസ്രായേൽ ആക്രമണം കടുപ്പിച്ചു. പക്ഷേ ഇറാൻ തിരിച്ചടിച്ചു, ശരിയാണ്. പക്ഷേ പല മിസൈലുകളും പാതി വഴിക്ക് വീഴുന്ന കാഴ്ചയാണ് കണ്ടത്. ഇന്ന് ഈ 7ാം ദിവസം ഇറാൻ ആക്രമണം ശക്തമാക്കുകയാണ്. ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ ലോഞ്ചറുകളിൽ 3-1 ഞങ്ങളുടെ പ്രതിരോധ സേന തകർത്തു എന്നായിരുന്നു ഇസ്രായേലിന്റെ അവകാശവാദം. അത് പൊളിക്കുന്നതാണ് ഇന്നത്തെ ഇറാന്റെ ആക്രമണങ്ങൾ. ടെൽ അവീവ്, റമത് ഗാദ്, ഹോളോൺ, ബേർഷേബ ഈ 4 നഗരങ്ങളിൽ കനത്ത നാശമാണ് ഇറാന്റെ മിസൈലുകൾ തീർത്തത്. 2 ആശുപത്രികളാണ് ഇറാന്റെ ആക്രമണത്തിൽ തകർത്തത്. അതിലൊന്ന് ഇസ്രായേലിലെ ഏറ്റവും വലിയ ആശുപത്രിയായ സൊറോക്കയാണ്. രാത്രി മുഴുവൻ എയർ സൈറണുകൾ മുഴങ്ങുകയായിരുന്നു. ബങ്കറുകളിലേക്ക് മാറിയതിനാൽ നാശനഷ്ടം കുറവാണ്. രാത്രി വൈകിയോ പുലർച്ചെ അല്ല ഇറാന്റെ ആക്രമണം, മറിച്ച് രാവിലെ 8 മണി മുതൽ 9 മണി വരെ സമയത്താണ്. നമുക്ക് ഇസ്രായേൽ ഇറാനിൽ നടത്തിയ ആക്രമണത്തിലേക്ക് വന്നാൽ, ഇന്നലെ രാത്രി ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ഇസ്രായേൽ ലക്ഷ്യംവെച്ചത് പ്രധാനമായും ഇറാനിലെ ആണവ കേന്ദ്രങ്ങളാണ്. ഒരു ആണവ റിയാക്ടർ തകർത്തു എന്നാണ് ഇസ്രായേലിന്റെ അവകാശവാദം. ആക്രമിച്ചത് അറാഖ് ആണവ നിലയമാണ്. ഹെവി വാട്ടർ റിയാക്ടറാണ്. ആക്രമണത്തിന് മുൻപ് തന്നെ കൃത്യമായ മുന്നറിയിപ്പ് ഇസ്രായേൽ നൽകിയിരുന്നു. ആളുകളോട് ഒഴിഞ്ഞു പോകാനും നിർദ്ദേശിച്ചിരുന്നു. ആണവ വികിരണ ഭീതിയുണ്ട്, പക്ഷേ ആശങ്ക വേണ്ട എന്നാണ് ഇറാൻ പറയുന്നത്. ടെഹ്റാനിൽ നിന്ന് 250 കിലോമീറ്റർ തെക്ക് പടിഞ്ഞാറുള്ള ആണവ നിലയമാണ് അറാഖ് IR-40.